19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശവുമായി കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കുകയും കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും വായനയുടെ വസന്തം വിരിയിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്ത PN പണിക്കരുടെ ചരമദിനമാണിന്ന്. അദ്ദേഹത്തിന്റെ ചരമദിനമാണ് നാം വായന ദിനമായി ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും. 1996 മുതൽ കേരള സർക്കാർ PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുകയാണ്. 2017 മുതൽ കേന്ദ്ര സർക്കാരും ഈ ദിവസത്തെ ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആചരിച്ച് വരികയാണ്. വിദ്യാർത്ഥികളിലും അധ്യാപകരിലും സമൂഹത്തിലും പുസ്തകത്തിന്റെയും വായനയുടെയും സുഗന്ധവും സന്ദേശവും എത്തിക്കുക എന്നുള്ളതാണ് വായനാ ദിനത്തിന്റെ പരമമായ ലക്ഷ്യം. ആധുനിക സാങ്കേതിക വിദ്യ വളരുന്ന സമയത്തും സാമൂഹ്യ മാധ്യമങ്ങൾ ശക്തമാകുന്ന സമയത്തും പുസ്തകങ്ങൾക്കും വായനകൾക്കും പ്രസക്തി നഷ്ടപ്പെടുന്നില്ല എന്ന സന്ദേശം എല്ലാ ലോകത്തോടും വിളിച്ചു പറയുക എന്നതാണ് ജൂൺ 19 വായന ദിനമായും ജൂൺ 19 മുതൽ 25 വരെയുള്ള ദിവസങ്ങൾ വായനാ വാരമായും ആഘോഷിക്കുന്നതിലൂടെ നാം ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയും നമ്മുടെ സ്കൂൾ ലൈബ്രറിയും ചേർന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി വിവിധ പരിപാടികൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുകയാണ്. ഈ വായനാ ദിന പരിപാടിയിലും പുസ്തക വായനയിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വായനാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിപ്രിയ T. പത്തുസി. പ്രധാന വാർത്തകൾ. ഇന്ന് ജൂൺ 19 വായനാ ദിനം. രാഹുൽ ഗാന്ധി വയനാട്ടിലെ MP സ്ഥാനം ഒഴിയും. പകരം പ്രിയങ്ക ഗാന്ധി മത്സരിക്കും. ഹജ്ജിന് ഇന്ന് ശുഭപര്യവസാനം. ത്യാഗസ്മരണയിൽ എല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിച്ചു. കോളനി ഇനിയില്ല. ചരിത്ര ഉത്തരവിറക്കി മന്ത്രി രാധാകൃഷ്ണൻ പടിയിറങ്ങി. നീറ്റ് ക്രമക്കേട് വളരെ ചെറിയ വീഴ്ചയ്ക്കും ശക്തിയായ നടപടി വേണം സുപ്രീം കോടതി. ഹാരിസ് ബീഡൻ, TP സുനിൽ, ജോസ് കെ മാണി എന്നിവർ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ വാർത്തകൾ. വെള്ളി ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ മൈലാഞ്ചി മത്സരത്തിൽ UP വിഭാഗത്തിൽ ഫാത്തിമ മിഥ എഴുതിയ ഫസ്റ്റ് പ്രൈസും ഷിഫാന മുഹമ്മദ് അലി എഴുതി സെക്കൻഡ് പ്രൈസും ഫാത്തിമ റുബൈദ എഴുതിയ ഫാത്തിമ സൻഹ എഴുതി എന്നിവർ തേർഡ് പ്രൈസും കരസ്ഥമാക്കി. LP വിഭാഗം 1ാം സ്ഥാനം ഹാദിയ ആൻഡ് അൻഷ അൻവർ, 2ാം സ്ഥാനം ലാമിയ ഫാത്തിമ ആൻഡ് ആയിഷ നിഷ്വ, ഫാത്തിമ റന ആൻഡ് ദിസ ഫാത്തിമ, 3ാം സ്ഥാനം ദിയ ആൻഡ് ഫാത്തിമ സൈബ എന്നിവർ കരസ്ഥമാക്കി. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഇന്ന് ജൂൺ 19 വായനാ ദിനം. 19 മുതൽ ഒരാഴ്ചക്കാലം വായനാ വാരം ആഘോഷിക്കുന്നു. ഇന്നു മുതൽ ഒരാഴ്ചക്കാലം കുട്ടികൾക്കായി വിവിധ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചു. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി. നമസ്കാരം. എന്റെ പേര് ആരാധ്യ. 7B ക്ലാസ്സിൽ പഠിക്കുന്നു. പകലന്തിയോളം പാടങ്ങളിൽ പണിയെടുത്ത് കതിർക്കുടങ്ങൾ വിളയിപ്പിക്കുന്ന അവശരും മർദ്ദിതരുമായ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾ വർഗബോധത്തോടെ ഉണർന്നെഴുന്നേറ്റ് ചൂഷണത്തെ പരാജയപ്പെടുത്തുന്ന വീര്യോജ്വലവും വികാര നിർഭരവുമായ കഥയുടെ ഹൃദയവർജകമായ ആവിഷ്കരണം തകഴിയുടെ രണ്ടിടങ്ങഴി. കേരളത്തിൽ മറ്റൊരിടത്തും കാണാനാവാത്ത മനുഷ്യ ജീവിതത്തിന്റെ സാക്ഷ്യമാണ് കുട്ടനാട്ടിലുള്ളത്. മനുഷ്യ ജീവിതത്തിലൂടെ രൂപപ്പെട്ട ഭൂപ്രകൃതിയാണത്. ആ മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതഗാഥയാണ് തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവൽ. കാളിപ്പറയുടെയും കുഞ്ഞാളിപ്പറയുടെയും മകളാണ് ചിരുത. അവളെ വേൽക്കാൻ ആൺകിടാങ്ങൾ വന്നുകൊണ്ടിരുന്നു. നല്ല പെണ്ണാണ്, 1ാം തരം വേലക്കാരി, നല്ല ആരോഗ്യവുമുണ്ട്, പാടത്തെ പണിക്കും വീട്ടുജോലിക്കും സമർത്ഥ. ഇതൊക്കെയാണ് യുവാക്കൾ അവളിൽ കണ്ട യോഗ്യത. ഇത്രയും യോഗ്യതയുള്ള തന്റെ മകൾ ഒരു നല്ല വിൽപ്പന ചരക്കാണെന്ന് കാളിപ്പറയിന് തോന്നി. പെണ്ണു കാണാൻ വന്നവരോടെല്ലാം പെൺപണം കൂടുതലായി ചോദിച്ചു. അത്രയും മുന്തിയ തോതിൽ പണം നൽകാൻ ശേഷിയില്ലാത്തവർ നിരാശരായി മടങ്ങി. എന്നാൽ എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കാൻ 2 ചെറുപ്പക്കാർ അതിയായി മോഹിച്ചു, കോരനും ചാത്തനും. അവർ അക്കാര്യത്തിൽ ഒരു മത്സരത്തിലായിരുന്നു എന്ന് പറയുന്നതാവും ശരി. ഒടുവിൽ അവളെ സ്വന്തമാക്കാൻ ഭാഗ്യം സിദ്ധിച്ചത് കോരനായിരുന്നു. 50 രൂപയും 25 പറ നെല്ലും പെൺപണമായി കൊടുത്ത് കോരൻ അവളെ നേടി. വിവാഹാനന്തരം കോരനും ചിരുതയും
തന്റെ സ്നേഹിതനായ കുഞ്ഞാപ്പിയുടെ കൂരയിൽ താമസം ആരംഭിച്ചു. ചിരുതയെ വേൽക്കാനുള്ള പെൺമണത്തിനായി കോരൻ ആശ്രയിച്ചത് പുഷ്പവേലിൽ ഔസേപ്പ് ജന്മിയെയാണ്. അയാളുടെ ഓണപ്പണിക്കാരനായി കോരൻ മാറി. ഔസേപ്പിന്റെ പണിക്കാരനായി കോരൻ ഒരു പാടത്തിന്റെ കാവൽ വെച്ച് കൃഷി തുടങ്ങി. ഊണും ഉറക്കവും ഉപേക്ഷിച്ചാണ് അവൻ വേല ചെയ്തത്. അതിന് ഫലമുണ്ടായി. അവന്റെ പണിയെടുത്ത പാടം വിളഞ്ഞ് വിളവെടുപ്പിന് സമയമായി. കൊയ്ത്തു സംഘം വയലിലിറങ്ങി കൊയ്ത്താരംഭിച്ചു. കോരന് അഭിമാനവും ആഹ്ലാദവും തോന്നി. കൊയ്ത്ത് ആരംഭിച്ച ദിവസം തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമായി കോരന് തോന്നി. താൻ കാവലേറ്റ പാടത്ത് 100 മേനി വിളഞ്ഞിരിക്കുന്നു. തന്റെ അധ്വാനത്തിന്റെ ഫലമാണ് നിരയായി കൊയ്ത്തു വെച്ച കറ്റകൾ. അവൻ ഒരു കറ്റയെടുത്തു. പക്ഷേ രംഗം മാറി. ജന്മി അവനെ തടഞ്ഞു. കറ്റകൾ തിരികെ ഇടാൻ ആജ്ഞാപിച്ചു. കോരൻ അത് പ്രതീക്ഷിച്ചതല്ല. അവൻ ജീവക്ഷമം പോലെ നിന്നുപോയി. വിത്തിറക്കുന്ന സമയത്തും കൃഷി ചെയ്തപ്പോഴും കണ്ട സ്നേഹം വിളവെടുപ്പിന്റെ കാലത്ത് ജന്മിക്കില്ലെന്ന് കോരൻ മനസ്സിലാക്കി. ഈ അനീതി കോരന്റെ മനസ്സിലൊരു മുറിവായി കിടന്നു. കൂടാതെ ജന്മി തൊഴിലാളികളെ കള്ളക്കണക്ക് പറഞ്ഞ് പറ്റിക്കുവാനും തുടങ്ങി. പാവങ്ങൾ പട്ടിണിയിലായി. അങ്ങനെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നു. കുട്ടനാട്ടിലെ കർഷക യൂണിയന്റെ നേതാവ് കോരനായി. ഇത് കൃഷിക്കാരായ ജന്മിമാരെ ആകെ ആശങ്കയിലാഴ്ത്തി. തൊഴിലാളികൾക്കെതിരെ ജന്മിമാർ കള്ളക്കേസ് കൊടുത്തു. പലരും ഒഴിവിലായി. കോരനും. ചിരുത ഗർഭിണിയായി. ഇതിനിടയിൽ കോരൻ ജയിലിലുമായി. മാസങ്ങൾ കഴിഞ്ഞു. ചിരുത പ്രസവിച്ചു. ദിനങ്ങൾ പിന്നിട്ടു. കോരൻ ജയിലിൽ നിന്നിറങ്ങി. കോരന്റെയും ചിരുതയുടെയും മകൻ വെളുത്ത തന്റെ കൊച്ചു കൈകൾ ഉയർത്തി കൃഷിഭൂമി കർഷകർക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് നോവൽ അവസാനിക്കുന്നത്. അന്നത്തെ അന്നത്തിനായി പ്രയത്നിക്കുന്ന സാധാരണക്കാരായ കൃഷിക്കാരുടെ ജീവിതമാണ് രണ്ടിടങ്ങഴി എന്ന നോവലിൽ പറയുന്നത്. ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്നത് 5 കൂലിയ നെല്ലാണ്, അഥവാ 2 ഇടങ്ങഴി. അത് കുത്തി കഞ്ഞി വെച്ച് കുടിച്ചാണ് അവർ പുലരുന്നത്. ഒരർത്ഥത്തിൽ 2 ഇടങ്ങഴി കോരന്റെയും ചിരുതയുടെയും ജീവിത കഥയാണ്. മറ്റൊരർത്ഥത്തിൽ കുട്ടനാട്ടിലെ തൊഴിലാളി വർഗത്തിന്റെ കൂട്ടായ വിജയത്തിന്റെയും രാഷ്ട്രീയ പ്രഭുത്വങ്ങളുടെയും കഥ കൂടിയാണ്. കുട്ടനാടൻ പശ്ചാത്തലത്തിലുള്ള തകഴിയുടെ 2 ഇടങ്ങഴി എന്ന നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. തകഴി തന്നെയാണ് തിരക്കഥയും സംഭാഷണവും എഴുതിയത്. നിർമ്മാണവും സംവിധാനവും പി. സുബ്രഹ്മണ്യം നിർവഹിച്ചു. 1948 ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിച്ചത്. നിരവധി ഭാഷകളിലേക്കും ഈ കൃതി തർജ്ജമ ചെയ്തു. കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്ന് തകഴിയെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ചെമ്മീൻ, ഏണിപ്പടികൾ, കയർ, 2 ഇടങ്ങഴി, തലയോട് എന്നിവ പ്രശസ്ത കൃതികളാണ്. ജ്ഞാനപീഠം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് എന്നിവ, വയലാർ അവാർഡ് എന്നിവ തകഴിക്ക് ലഭിച്ചു. ഒരു കഥയിലേക്ക് ചരിത്രത്തെ കൂടെ സന്നിവേശിപ്പിക്കുന്നതിൽ എഴുത്തുകാരൻ അതിശയകരമായി വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. കൈ വണങ്ങുന്നു
light will be a straight line. A ray of light undergoes a deviation at the surface of separation when it enters obliquely from one medium to another. There will be no deviation in the path of the ray of സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അന്തരീക്ഷം നിലനിർത്താൻ പൂർണ്ണമായി പ്രയത്നിക്കുകയും ചെയ്യും. ലോകരാഷ്ട്രങ്ങളുടെ ഉത്പത്തിയിലെത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ